പരിത്രാണ പ്രഭാഷണ പരമ്പരയിലേക്ക് സ്വാഗതം. പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, നിന്റെ വചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങൾക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്ന അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ ധ്യാനവും ചിന്തയുമൊക്കെ തിരുനാമത്തിൻ്റെ മഹത്വത്തിന് ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹത്തിനും മുഖാന്തരമാക്കി തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിത്രാണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് നാം ചിന്തിക്കുന്നത് മഹാനായ ശലോമോനെ കുറിച്ചാണ്. ദാവീദിൻ്റെയും ബത്ശേബയുടെയും മകനായിട്ടാണ് ശലോമോൻ ജനിച്ചത്. ശലോമോൻ വളരെ ചെറുപ്പത്തിൽ തന്നെ രാജാവായി അഭിഷേകം ചെയ്യപ്പെടുവാനുള്ള ഭാഗ്യം ലഭിച്ചു. ശലോമോന്റെ ജീവിതം ഭാഗ്യ നിർഭാഗ്യങ്ങൾ ഇടകലർന്നതാണ്. ദാവീദിനെ പോലെ ദൈവഭക്തനായ മഹാനായ ഒരു പിതാവിൻ്റെ മകനായി ജനിക്കുവാൻ കഴിഞ്ഞത് ശലോമോന്റെ ഭാഗ്യമാണ്. എന്നാൽ ബഹുഭാര്യാത്വം നിലവിലിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതിൻ്റെതായ നിർഭാഗ്യങ്ങളും ശലോമോന് അഭിമുഖീകരിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ശലോമോൻ ലോക സാഹിത്യത്തിൽ, ലോക ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ജ്ഞാനിയായ ശലോമോൻ എന്നാണ്. ശലോമോന്റെ ജ്ഞാനത്തെ വെല്ലുവാൻ ഇതുവരെയും ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. വളരെ ചെറുപ്പത്തിൽ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടുവെങ്കിലും ആ രാജഭരണത്തിൻ്റെ തിരക്കുകളുടെ മധ്യത്തിലും യഹോവയെ ആരാധിക്കുന്നതിന് സമയം കണ്ടെത്തിയിരുന്നു ശലോമോൻ. ആദ്യകാലങ്ങളിലൊക്കെ യഹോവ ഭക്തനായാണ് ശലോമോൻ തൻ്റെ ഭരണകാലം ആരംഭിച്ചത്. ഏത് തിരക്കിലും ദൈവസന്നിധിയിൽ സമയം ചെലവഴിക്കുവാൻ ശലോമോൻ സമയം കണ്ടെത്തി. ചെറുപ്പത്തിൽ രാജാവായതിൻ്റെ അഹങ്കാരമോ നികളമോ ഒന്നും ആദ്യകാലങ്ങളിൽ ശലോമോനെ ബാധിച്ചില്ല. ശലോമോന് ജ്ഞാനം ലഭിച്ചതിനെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം ഭംഗിയായി പ്രതിപാദിക്കണം. പതിവ് പോലെ ഗിബയോനിൽ യാഗം കഴിക്കുവാനായി ശലോമോൻ പോകുന്നു, രാജാവായി കഴിഞ്ഞിട്ട്. ആ ഗിബയോനിൽ യാഗം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥനാ സ്ഥലത്ത് ദൈവത്തിൻ്റെ അരുളപ്പാട്, ദൈവത്തിൻ്റെ ദർശനം ശലോമോന് ഉണ്ടാവുകയാണ്. ഒരു മാതൃകാ പ്രാർത്ഥനയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശലോമോന്റെ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത് യഹോവേ, നിന്റെ ദാസനായ ദാവീദിനെ നീ വലിയവനാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ്. ദാവീദ് ശലോമോന്റെ പിതാവാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും ഉയർന്നു വന്ന ആളാണ് ദാവീദ്. അപ്പോൾ ദാവീദിനെ വലിയവനാക്കിയ ദൈവത്തെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടാണ് ശലോമോൻ തൻ്റെ പ്രാർത്ഥന ആരംഭിക്കുന്നത്. നമ്മൾ എപ്പോഴും ദൈവസന്നിധിയിൽ വരുമ്പോഴും ഇന്നലെ വരെയും നമ്മെ നടത്തിയവനായ ദൈവത്തിൻ്റെ നന്മകളെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ അലതല്ലണം, ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആരാധനാക്രമം ആരംഭിക്കുന്ന മഹത്വീകരണം എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതിൽ ഇതുവരെയും നടത്തിയവനായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വരുവാൻ. ശലോമോൻ അങ്ങനെയാണ് പ്രാർത്ഥന ആരംഭിച്ചത്. ആ പ്രാർത്ഥനയുടെ 2-ാമത്തെ ഭാഗത്ത് നാം കാണുന്നത് യഹോവേ, നീ അവനൊരു മകനെ നൽകി, അവൻ കാര്യപ്രാപ്തി ഇല്ലാത്തവനാണ്. അത് തൻ്റെ കാര്യം തന്നെ ദൈവസന്നിധിയിൽ പറയുകയാണ്, അനുദപിക്കുകയാണ്. താൻ കാര്യപ്രാപ്തി ഇല്ലാത്ത ഒരാളാണ് എന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ രാജാവായിട്ടും ശലോമോൻ അഹങ്കരിക്കാതെ ദൈവസന്നിധിയിൽ അനുദപിക്കുകയാണ്. പ്രാർത്ഥനയിൽ ആവശ്യമുണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ് അനുതാപം. 2 പേർ പ്രാർത്ഥിക്കുവാൻ പോയി. ഒരാൾ ദൈവസന്നിധിയിൽ അനുദപിക്കാതെ പ്രാർത്ഥിച്ചതിനെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ മറ്റുള്ളവൻ്റെ നിന്നിട്ടല്ലാതെ അതിനെ വാഴ്ത്തുന്നു എന്നൊക്കെ അല്പം അഹങ്കാരത്തോടെ പ്രാർത്ഥിച്ച ഒരാളും പരീശനെന്ന് മറ്റേയാൾ അങ്ങനെയല്ല, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചയാൾ അനുഗ്രഹിക്കപ്പെട്ടവനായി പോയി എന്ന് യേശുക്രിസ്തു പറയുന്ന ഉപമ നമുക്ക് ഇത്തരണത്തിൽ ശ്രദ്ധേയമാണ്. ശലോമോന്റെ പ്രാർത്ഥനയുടെ 2-ാമത്തെ ഭാഗം അതാണ്. 3-ാമതാണ് ശലോമോൻ പറയുന്നത്, എനിക്കിത് നൽകണം. എന്താണ് നൽകേണ്ടത്? എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തരണം. എന്നിട്ട് പറയാണ് ഒരു കണ്ടീഷൻ, എന്നെ നീ അനുഗ്രഹിച്ചാൽ, എനിക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയം തന്നാൽ, നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ജനത്തെ ഞാൻ നീതിയോടെ നടത്തും എന്ന് പറഞ്ഞാൽ, എന്നെ നീ അനുഗ്രഹിച്ചാൽ ഈ ജനത്തിന് ഞാൻ അനുഗ്രഹമായി തീരും. ദൈവം ഒരാളെ അനുഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. ഈ കാര്യം ചോദിച്ചത് യഹോവയ്ക്ക് പ്രസാദമായി, ചോദിച്ചതും ചോദിക്കാത്തമായ അനുഗ്രഹങ്ങൾ ശലോമോന് കൊടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ശലോമോന് ജ്ഞാനം ലഭിക്കുന്നത്. ശലോമോനെ ശേബ രാജ്ഞി സന്ദർശിക്കുന്നതൊക്കെ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3000-ലധികം പാട്ടുകളും 1005 സദൃശവാക്യങ്ങളും ശലോമോൻ രചിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നു. അങ്ങനെ സാഹിത്യ രംഗത്തും ശലോമോൻ തന്റെ നിർണായകമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്നാൽ ശലോമോന്റെ ജീവിത അന്ത്യ കാലഘട്ടം അത്ര ശുഭകരമായിരുന്നില്ല. ശലോമോൻ ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുന്നതിന് വേണ്ടി
അന്യജാതി മതസ്ഥരായ 2 സ്ത്രീകളെ വിവാഹം കഴിക്കുന്നു. അവരുടെ നിർബന്ധത്തിന് ഫലമായി വിഗ്രഹാരാധന തൻ്റെ രാജ്യത്തെ കൊണ്ടുവരേണ്ടതായി വരുന്നു. അങ്ങനെ ഒരു ശുഭകാലമായിരുന്നില്ല ശലോമോന്റെ അന്ത്യം എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അദ്ദേഹം അനുദപിച്ചു എന്നും അനുതാപത്തിന് ഫലമായിട്ടാണ് സഭാപ്രസംഗി എന്ന പുസ്തകം എഴുതിയതെന്നൊക്കെ പറയപ്പെടുന്നവരുണ്ടെങ്കിലും ശലോമോൻ യഹോവയിൽ നിന്ന് അകന്നുപോയി. അതുകൊണ്ട് ശലോമോൻ ഒരിക്കലും ഒരു മാതൃകാ പുരുഷനായി ചിത്രീകരിക്കപ്പെടുന്നില്ല, ഒരു കൈച്ചൂണ്ടിയായി. ഇതിലേ പോയാൽ നിങ്ങൾക്ക് അവിടെ എത്താം എന്നൊക്കെ ദിശാബോധം നൽകുന്ന കൈച്ചൂണ്ടിയായിട്ടാണ് ശലോമോനെ നമുക്ക് സ്വീകരിക്കാനായിട്ട് സാധിക്കും. ഒരു മാതൃകാ പുരുഷനായിട്ടല്ല. അറിയാമായിരുന്ന കാര്യങ്ങൾ, ഉപദേശിച്ചിരുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കുവാൻ കഴിയാതെ പോയ ഒരാളായിട്ടാണ് ശലോമോനെ വിശുദ്ധ വേദപുസ്തകം ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നാൽ മഹാനായ ഒരു രാജാവായിരുന്നു ശലോമോൻ. യഹോവയ്ക്ക് വേണ്ടി ആദ്യമായി വലിയ ദേവാലയം പണിതത് ശലോമോനാണ്. ആ ദേവാലയ കൂദാശയിൽ ദൈവത്തിൻ്റെ ഷെക്കീന ഇറങ്ങി നിറച്ചതൊക്കെ നാം വായിച്ചിട്ടുള്ള ചരിത്രമാണല്ലോ. ശലോമോൻ ഇന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു ജയാളിയായി ജീവിക്കുന്നു.